കണ്ടോ ഒരു മാറ്റം കണ്ടോ നിങ്ങൾ എന്തെങ്കിലും? അതാണ് ഇന്നത്തെ മാറ്റം, ഇന്നു മുതലുള്ള മാറ്റം. ബോൺവേസ് ട്രാവൽ ബാഗ് ആണ് എൻ്റെ മലയാളം കുത്തിരിക്കോമ അവതരിപ്പിക്കുന്നത്. അത് ഈ ബോൺവേസ് ശരിക്കും എൻ്റെ മലയാളം എന്നുള്ള ഇതിലേക്ക് വന്നതുകൊണ്ട് അങ്ങനെ പോയതാണ്. ബോൺവേസ് ട്രാവൽ ബാഗ് ആണ് കുത്തിരിക്കോമ ഇന്ന് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. ഇന്നെന്നല്ല, ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത് ബോൺവേസ് ട്രാവൽ ബാഗ് ആയിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ 2 സമ്മാനം തരുന്നുണ്ട്. 2 സമ്മാനം എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താണ് ഇങ്ങനെ 2 സമ്മാനം, എന്താണ് സംഭവം എന്ന് മനസ്സിലായില്ല. അതായത് 1ാം സമ്മാനമായിട്ട് ഞാൻ തരാൻ പോകുന്നത് നിങ്ങൾക്കെല്ലാം ഇപ്പോൾ കാണാം. ഞാൻ ഈ സമ്മാനമാണ് തരാൻ പോകുന്നത്. ഇതെന്താണെന്നറിയോ? ഞാൻ സിമ്പിളായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ബോൺവേസ് ട്രാവൽ ബാഗ്. ബോൺവേസ് ട്രാവൽ ബാഗാണ് നിങ്ങൾക്ക് 1ാം സമ്മാനമായിട്ട് ഞാൻ തരാൻ പോകുന്നത്. കണ്ടില്ലേ, നല്ല ഒതുങ്ങിയ ഒരു ബാഗ്, നല്ല രസമുള്ള ഒരു ബാഗ്. ഈ ബാഗാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് സമ്മാനമായിട്ട് തരാൻ പോകുന്നത്. 1ാം സമ്മാനം. 2ാം സമ്മാനം ഞാൻ തരാൻ പോകുന്നത് എൻ്റെ കയ്യിൽ, മറ്റേ കയ്യിലുണ്ട് എന്ന് വിചാരിക്കണ്ട. അത് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത് താജ് പാലസ് റെസ്റ്റോറൻറ്റ് അൽനാദ നൽകുന്ന ഒരു ഫുഡ് വൗച്ചറാണ് സമ്മാനമായിട്ട് തരാൻ പോകുന്നത്. അപ്പോൾ 2 സമ്മാനമുണ്ട്. 1ാം സ്ഥാനവും 2ാം സ്ഥാനവും ഉണ്ട്. ഇന്ന് 1ാം സ്ഥാനവും 2ാം സ്ഥാനമൊക്കെ കരസ്ഥമാക്കുന്ന ആരാണ് എന്ന് നമ്മൾ നോക്കിയാൽ മാത്രം മതി. അപ്പോൾ എന്താണെന്ന് ഗെയിം എന്നായിരിക്കും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഗെയിം സിമ്പിളാണ്. കുറേ കാലമായിട്ട് നമ്മൾ സിനിമാ ബോർഡ് കളിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഇന്ന് നമുക്ക് സിനിമാ ബോർഡ് കളിക്കാം. സിനിമാ ബോർഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും എങ്ങനെയാണെന്ന്. ഞാൻ ആദ്യം തന്നെ ഇംഗ്ലീഷിലാണ് സിനിമാ ബോർഡ് കളിക്കുന്നത്. മലയാള സിനിമകൾ മാത്രമേ ഉള്ളൂ, അതാദ്യം പറയാം. ഇപ്പോൾ ഞാൻ ആദ്യം വിളിക്കുന്ന ഒരാൾക്ക് ഞാൻ എ എന്ന അക്ഷരം കൊടുക്കും. എ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന ഒരു സിനിമാ പേര് പറയാം. ആ സിനിമാ പേരിൻ്റെ അവസാനത്തെ അക്ഷരം എന്താണോ അതിൽ നിന്ന് വേണം അവർ തന്നെ അടുത്ത സിനിമ പറയാൻ. 1 മിനിറ്റാണ് സമയമുള്ളത്. ഈ 1 മിനിറ്റ് കൊണ്ട് ഏറ്റവും കൂടുതൽ പേര് ഏത് സിനിമാ പേര് പറയുന്ന ഒരാളിന് 1ാം സമ്മാനം കിട്ടും. അതിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്ന ഒരാൾക്ക് ഞാൻ 2ാം സമ്മാനം തരും. എന്താണ് 2ാം സമ്മാനം? താജ് പാലസ് റെസ്റ്റോറൻറ്റ്. 1ാം സമ്മാനം ഞാൻ നിങ്ങൾക്ക് കുറച്ച് നേരത്തെ കാണിച്ചു തന്നിരുന്ന നമ്മുടെ സ്വന്തം ബോൺവേസ് ട്രാവൽ ബാഗ്. ഈ ബോൺവേസ് ട്രാവൽ ബാഗ് ഞാനിങ്ങനെ സിമ്പിളായിട്ട് ഒരു കൈ കൊണ്ട് എടുത്ത്, ഞാൻ അന്ന് തന്നെ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബോൺവേസ് ട്രാവൽ ബാഗിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് സിമ്പിളാണ്. അതായത് നമുക്ക് വെയിറ്റ് തീരില്ല, വെയിറ്റ്ലെസ് ബാഗാണ്. അത്രയും സിമ്പിളായിട്ട് നമുക്ക് എടുത്തുകൊണ്ട് പോകാം. ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സൈസ് കണ്ടില്ലേ? ഇത് നമ്മുടെ ശരിക്കും ഫ്ലൈറ്റിലെ ഒരു ക്യാബിനിൽ കറക്റ്റായിട്ട് പോകുന്ന ഒരു സൈസാണ്. അങ്ങനെ എല്ലാ സൈസിലും ബോൺവേസ് ലഭ്യമാണ്. എല്ലാ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലും ബോൺവേസ് ഇപ്പോൾ കിട്ടുന്നുണ്ട്. അപ്പോൾ കുത്തിരിക്കോമയുടെ ആദ്യത്തെ കോളറിലേക്ക് നമുക്ക് പോകാം. കുത്തിരിക്കോമ ബോൺവേസ് ട്രാവൽ ബാഗ് കുത്തിരിക്കോമ. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. പേരെന്താ? എന്താണ്? റമീസ്. റമീസ് എന്ത് ചെയ്യാ? ഓക്കെ റമീസ്, ഇന്ന് ഗെയിം എന്താണെന്നറിയോ? ഓക്കെ, ടിവിയുടെ അടുത്ത് മാറി നിൽക്കണം, അതിനു വേണ്ടിട്ടാ പറഞ്ഞത്. ടിവിയുടെ അടുത്ത് മാറി നിന്നല്ലോ അല്ലേ? മാറി നിന്ന്. ഓക്കെ, നാട്ടിലെവിടെയാ? കാസർഗോഡാണോ? പക്ഷെ കേട്ടിട്ട് കാസർഗോഡ് പോലെ ഉണ്ടോ? അതുകൊണ്ട് ചോദിച്ചു. ഓക്കെ, അപ്പൊ സിനിമാ പേരുകളാണ് പറയേണ്ടത്. ഞാൻ ആദ്യം ഒരു അക്ഷരം പറയും, എ. ഈ എ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്ന സിനിമാ പേര് പറഞ്ഞിട്ട് ആ പേരിന്റെ അവസാനത്തെ അക്ഷരത്തിൽ നിന്നുള്ള സിനിമാ പേര് വീണ്ടും പറയണം. അങ്ങനെ സിനിമാ പേരുകൾ നിങ്ങൾ പറഞ്ഞ അക്ഷരത്തിൽ നിന്ന് തന്നെ കണ്ടിന്യൂ ആയിട്ട് പോകും. അവസാനം വരുന്ന അക്ഷരം 1 മിനിറ്റ് സമയമാണ്. അവസാനം വരുന്ന അക്ഷരം അടുത്ത ആളിലേക്ക് പാസ് ചെയ്യും. എത്രണ്ണം പറയാൻ പറ്റും അത്രണ്ണം. ഏറ്റവും കൂടുതൽ പറയുന്ന ആളാണ് സമ്മാനം. എ ആണ്. ഗെയിം സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. അക്ഷരം എ. അനിയത്തിപ്രാവ്. അല്ലല്ല, അനിയത്തിപ്രാവ് വെട്ടം. ഓക്കെ, എം. എം വെട്ടം. ആ, അനിയത്തിപ്രാവ് എന്ന് പറയുമ്പോ വി ഇ ഉണ്ടായിരുന്നു അല്ലേ? ഇ ആണ് ഇപ്പൊ വേണ്ടത്. അനിയത്തിപ്രാവു എന്നുള്ളതിന് യു അല്ലെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. വി തന്നെ പറഞ്ഞോ, കുഴപ്പമില്ല. വെട്ടം. എം. 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 ആ, എം എൽ എ അല്ല, എം. എമ്മണ്. മിന്നാമിനുങ്ങ്. ആ, പറ, അടുത്ത പറ. ഏതാ? ഇമ്മിടി നല്ലൊരാൾ. എൽ. എൽ. ആ,
ലീസ. ലീസ. ഓക്കെ, മതി മതി, സമയം കഴിഞ്ഞു. 5 സിനിമ പറഞ്ഞു കേട്ടാ. ഓക്കെ, കുഴപ്പമില്ല, 5 സിനിമ പറഞ്ഞിട്ടുണ്ട്. സാരമില്ല, ടാറ്റാ ബൈ, നമുക്ക് വീണ്ടും കാണാം. അപ്പോ വിളിക്കുമ്പോ ടിവിയുടെ അടുത്ത് മാറി നിന്നിട്ട് വിളിച്ചാൽ മതി. ബോൺവൈസ് ട്രാവൽ ബാഗാണ് ഞാൻ 1ാം സമ്മാനം തരുന്നത്. 2ാം സമ്മാനം ഞാൻ തരുന്നത് താജ് പാലസ് റെസ്റ്റോറന്റിന്റെ അൽനാദ നൽകുന്ന ഒരു ഫുഡ് വൗച്ചറാണ് സമ്മാനമായിട്ട് തരുന്നത്. 2 സമ്മാനമുണ്ട്, അതുകൊണ്ട് തന്നെ ആരും പേടിക്കേണ്ട, 2 എണ്ണം കിട്ടാനുണ്ട്. 2 സമ്മാനങ്ങളുണ്ട്. പേരെന്താണ്? ഹലോ ഹലോ, നമസ്കാരം, പേര് പറയൂ. റോബി. റോബി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കും. റോബി എവിടെ വർക്ക് ചെയ്യുന്നേ? ആമറിയ ഫ്രീ സോണിന്റെ അടുത്താണ്. ഓക്കെ, അപ്പോ റോബി അക്ഷരം എന്താണെന്ന് അറിയോ? ലിസി. ഐ ആണ്. ഓക്കെ, സ്റ്റാർട്ട് നൗ. ഐ. 20ാം നൂറ്റാണ്ട്. ഓക്കെ, 1. അടുത്ത പറ. യു. ആ. ഉറുമി. ഐ. അതെ. ഇന്നലെ. ഇന്നലെ. വൈ. യുഗാന്തരങ്ങൾ. എൽ. ലയൺ. എൻ. ഫാസ്റ്റ്. നീലത്താമര. നീലത്താമരയാണോ? എ. അനിയത്തിപ്രാവ് പറഞ്ഞു. ഓർക്കുന്നു. അനുഭവങ്ങൾ. പാളിച്ചകൾ. എൽ. ഫാസ്റ്റ്. ഏതാ? ലിസ പറഞ്ഞു. ലൗഡ് സ്പീക്കർ. 6. ഓക്കെ, മതി, തീർന്നു. 8 എണ്ണം പറഞ്ഞു. ഓക്കെ, ലൗഡ് സ്പീക്കർ 6-ലെത്തിക്കാണ്. ഓക്കെ, ഹലോ, പോയോ? പോയി, സാരമില്ല. റോബി പോയി. പെട്ടെന്ന് പോയിട്ട് അത്യാവശ്യമുള്ളതാണ്, ഭക്ഷണം കഴിക്കാനൊക്കെ ഉള്ളതാണ്. അടുത്ത ആളുടെ അടുത്ത് പോവാം. ഹലോ, നമസ്കാരം, ആരാണ്? ഹസൻ ബാവ. എന്തൊക്കെയുണ്ട് ബാവ? നല്ല വിശേഷം. ഹസൻ ബാവ, അപ്പോ അക്ഷരം 6 ആണ്. സ്റ്റാർട്ട് ആവും. 6 പറഞ്ഞോ. രാജശില്പി. ആയി. ഇമ്മിണി നല്ലൊരാൾ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞു. വേറൊരാൾ പറഞ്ഞു. വേർഡ് പുറത്താക്കിയാൽ പറയാൻ പറ്റില്ല. ഇനിയും ഇതിലെ വരാം. യു. വരൂ. യു. ഉണരൂ. യു. ഉണ്ണികളെ ഒരു കഥ പറയാ. എം. മണിച്ചിത്ര. താഴ്. താഴ്. യു. യു. അതിപ്പോ പറഞ്ഞല്ലോ ഉണ്ണികളോട് കഥ. ഉണ്ണികൃഷ്ണന്റെ ആദ്യത്തെ ക്രിസ്മസ്. ഉണ്ണിക്കുട്ടന്റെ ആദ്യത്തെ ക്രിസ്മസ് ആണെന്ന് തോന്നുന്നു. ഓക്കെ, സി. എസ്. ആ, ശിങ്കാരവേലൻ. മതി, വേലൻ. എന്നാണ്. ഓക്കെ, 7 എണ്ണം പറഞ്ഞിട്ടുണ്ട് കേട്ടാ. ഇനി പറയണ്ട, സമയം കഴിഞ്ഞു പോയി, അതുകൊണ്ടാ. 7 എണ്ണം പറഞ്ഞു. 7 എണ്ണം. 2ാം സ്ഥാനത്തിൽ ഇപ്പൊ നിൽക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, താങ്ക് യു. വിളിച്ചതിൽ സന്തോഷം. ഹസൻ ബാബ, താങ്ക് യു. ബൈ. ബോൺവേസ് ട്രാവൽ ബാഗ് ആണ് കുത്തിരിക്കോമ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നത്. ബോൺവേസ് ട്രാവൽ ബാഗ് ഇപ്പോൾ എല്ലാ സൂപ്പർ ഹൈപ്പർ മാർക്കറ്റുകളിലും ലഭ്യമാണ്. ബോൺവേസ് ട്രാവൽ ബാഗ്. ബോൺവേസ് എന്ന് പറഞ്ഞാൽ തന്നെ എന്താണെന്ന് അറിയാമോ? ബോൺവേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹാപ്പി ജേണി എന്നാണ് അർത്ഥം. ഹാപ്പി ജേണി. അപ്പോൾ നമ്മുടെ ഷോയും അങ്ങനെ ഹാപ്പി ജേണി ആയിട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത കോളർ റെഡിയാണ്, നമുക്ക് നോക്കാം. ഹലോ, നമസ്കാരം, ആരാണ്? ഹലോ, നമസ്കാരം, ആരാണ്? ഹലോ, ആരാണ്? ഹലോ, ആരാ? ആ, ബൈജോ. എന്തൊക്കെയുണ്ട് ബൈജോ? സുഖം. പണിക്ക് പോയില്ല ഇന്ന് ജോലിക്ക് പോയോ? ജോലിക്ക് പോയി. നാട്ടിലെവിടെയാ ബൈജു? നാട്ടിലെവിടെയാ? എവിടെ? തിരുവനന്തപുരം. ശരി, തിരുവനന്തപുരം സ്റ്റൈലിൽ പറഞ്ഞാൽ മതി. അപ്പൊ ബൈജുവിന് കിട്ടിയിരിക്കുന്ന അക്ഷരം എന്നാണ്? എൻ. നാടൻ പെണ്ണും നാട്ടുപ്രമാണിയും. ഓക്കെ, എം. മഴത്തുള്ളിക്കിൽക്കം. എം.
യമ്മ യമ്മ. മഴയത്ത് മുൻപേ. വൈ. ഈ ഈ ഈ മഴയത്ത് മുൻപേ. ഈ ഈ ഈ ഈ ഈ ഈ ഈ പുഴയും കടന്ന്. യു. ഏതാ? ഉത്തരാശോമരം. എം. മാന്ത്രികം. എം. ഫാസ്റ്റ്. മണിച്ചിത്രത്താഴ് പറഞ്ഞു. മാണിക്കക്കല്ലു. യു. യു. മീ. നോ. യു. ഉത്സവ പിറ്റേന്നു. യു. ഫാസ്റ്റ് 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 ഫാസ്റ്റ്. ഓക്കെ, ടൈം കഴിഞ്ഞു. 8 പറഞ്ഞിട്ടുണ്ട് കേട്ടോ ബൈജോ. തിരുവനന്തപുരത്തുകാരൻ ബൈജു അണ്ണ, നിങ്ങൾ 8 പറഞ്ഞിരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, ശരി അണ്ണാ, ബൈ. നമുക്ക് വീണ്ടും കാണാട്ടാ. പോഞ്ചു വെള്ളമൊക്കെ കുടിച്ച് ഇരിക്കും. അപ്പോ ഞാൻ ഇന്നിങ്ങനെ ഒരു കാര്യങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട് വന്നിരിക്കുകയായിരുന്നു. പക്ഷെങ്കിൽ വേറൊരു കാര്യം പറയാൻ വന്നിട്ടുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. പേരുണ്ടോ? അനൂപ്. സിനിമയിലെങ്ങാനും നോക്കിയോ? അല്ല, സിനിമയില് അഭിനയിക്കാനെങ്ങാനും പ്ലാൻ ഉണ്ടോ? അല്ല, പേര് ഓൾറെഡി ഫേമസ് ആണ്. ഇനി ബാക്കി കാര്യം ഫേമസ് ആവുന്നുണ്ടോ? നിങ്ങൾ കൂടി അങ്ങ് ഫേമസ് ആയാൽ മതി. അനൂപ് മേനോൻ ഉണ്ടല്ലോ. അനൂപ് മേനോൻ എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റാർ ഉണ്ട്. ഇനിയിപ്പോ അനൂപ് ഓൾറെഡി ഫേമസ് ആണ്. ബാക്കി അങ്ങോട്ട് ശരിയാക്കിയാ മതി. അനൂപ് എന്ത് ചെയ്യാ? ഞാനൊരു ബിൽഡിംഗ് മെറ്റീരിയൽസിന്റെ കമ്പനി വർക്ക് ചെയ്യുന്നു. ഓ, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ യു ആണ് അക്ഷരം. സ്റ്റാർട്ട് ചെയ്യട്ടെ? യു അല്ലേ? അതെ, യു. സ്റ്റാർട്ട് നൗ. ഓക്കെ. ഉത്തര സ്വയംവരം പറഞ്ഞോ? ഇല്ല. ഓക്കെ, സ്വയംവരം. എം പറഞ്ഞോന്ന് എനിക്ക് സംശയമുള്ളതൊക്കെ ഞാൻ വിടുകയാണേ. എം. മലയാളി മാമന് വണക്കം. വണക്കം. എം. വണക്കം. എം. മാനത്തെ വെള്ളിത്തേരു. യു. ഉടയോൻ. എൻ. എന്ന്. നീലാകാശം പച്ചക്കടൽ ചുവന്ന ഭൂമി. അങ്ങനെയൊക്കെ എന്താണ് ചുവന്ന ഭൂമി? എന്താണ് പച്ചക്കടൽ? എല്ല്. എനിക്കത് ഓർമ്മയില്ല. എല്ല്. ലേലം. എം. എം. മാന്നാർ മത്തായി സ്പീക്കിംഗ്. ജി. പാളി മോനെ. ജി. ഈച്ചയോ? ജി. ഗംഗൻ എഴുതുന്ന ജി. സ്പീക്കിംഗ് അല്ലേ? എന്താണ്? ഗോഡ് ഫാദർ. ആർ. അപ്പോ മതി. സമയം കഴിഞ്ഞു. ആർ മതി. 6 തീർന്നു. 8 പറഞ്ഞിട്ടുണ്ട്. ടൈപ്പായിട്ട് 3 പേര് അങ്ങനെ നിൽക്കുകയാണ്. ഓക്കെ, എന്തായാലും താങ്ക് യു, വിളിച്ചത് സന്തോഷം. ബൈ അനൂപ്, ടാറ്റ. ഇപ്പം റോബി 8 പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഹസൻ ബാബ 7 പറഞ്ഞിട്ടുണ്ട്. ബൈജു 8 പറഞ്ഞിട്ടുണ്ട്. അനൂപ് 8 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആൾക്കാർ ഇങ്ങനെ 8 അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ഒരു 9 പറഞ്ഞിട്ട് ആരെങ്കിലും ഒന്ന് പെട്ടെന്ന് തന്നെ നമ്മുടെ സ്വന്തം ബോൺവേസ് ട്രാവൽ ബാഗിന് വേണ്ടി നേടണ്ട. നമുക്ക് ബോൺവേസ് ട്രാവൽ ബാഗ് പെട്ടെന്ന് വിളിച്ചോ. ഹലോ, നമസ്കാരം. നമ്പർ താഴെയുണ്ട്, പെട്ടെന്ന് വിളിച്ചോ. ഹലോ, നമസ്കാരം. പേര് പറയൂ. എന്താണ്? മിടുക്കിയോ? ഓ, ലിജി. ലിജി, എന്തൊക്കെയുണ്ട് വിശേഷം? സുഖം. ഓക്കെ, അപ്പൊ ലിജിക്ക് കിട്ടിയ അക്ഷരം 6 ആണ്. സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. 6. എന്താ രണ്ടാം വരവ്? രാജാവിന്റെ മകൻ. എൻ. നാടോടിക്കാറ്റു. യു. ഉണർന്നോ? ഉണരൂ. യു. ഉണ്ണികളെ കഥ പറഞ്ഞു. നേരത്തെ പറഞ്ഞ കഥയാ. പറയൂ. ഉത്സവ പിറ്റേന്ന് കഴിഞ്ഞു. ഇനിയിപ്പോ ഉത്സവം തലേന്നേ ഉള്ളൂ. ബാക്കി ഊഞ്ഞാൽ. എൽ. ഏത്? ലിസമ്മയുടെ വീട്. യു.
മതി 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 മതി. 5 എൽസമ്മയുടെ വീടു യു. എന്തായാലും സന്തോഷം, വിളിച്ചതിൽ 5 മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ലിജി എന്തായാലും വീണ്ടും വിളിക്കണം. ഈ ആഴ്ച തന്നെ വിളിക്കണ്ട, ഇനി അടുത്ത ആഴ്ച വിളിച്ചാൽ മതി. കാരണം കുത്തിരിക്കോമ എല്ലാ ഞായറാഴ്ച മുതൽ ബുധനാഴ്ച വരെ. ടാറ്റ ബാബായ് ലിജി, ടാറ്റ. എല്ലാ ഞായറാഴ്ച മുതൽ ബുധനാഴ്ച വരെയാണ് ബോൺവേസ് ട്രാവൽ ബാക്ക് കുത്തിരിക്കോമ ഉണ്ടാവുന്നത്. അപ്പോൾ ബുധനാഴ്ച ഇന്ന് നമ്മുടെ വീക്കെൻഡ് ഷോ ആണെന്നൊക്കെ പറയാമല്ലേ. നമുക്ക് നാളെ അല്ലല്ലോ, ഇന്നല്ലേ വീക്കെൻഡ് നമ്മുടെ. എനിക്ക് നാളെ വീക്കെൻഡ് അടിച്ചു പൊളിക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്താണ്. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. 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 എന്താ പേര്? ജിബിന. ബിജിന? ജിബിന. ബിബിന? ബിബിന ആണോ ബിജിന ആണോ? ജിബിന. ജിബിന. അത് പറയണ്ടേ? ജിബിന ജെ ആണല്ലേ? ജിബിന എന്ത് ചെയ്യാ? ആണോ? അത് ശരി. നല്ല ജോലി അല്ലേ? സുഖം പരിപാടി അല്ലേ? ഒരു 12 മണിയാകുമ്പോ എണീക്കോ രാവിലെ? 12 മണിയാകുമ്പോ എഴുന്നേക്കോ? ഇല്ല. 12 മണിക്ക് എഴുന്നേക്കില്ലേ? ഇല്ല. എത്ര മണിയാവും? എത്ര മണിയാവും രാവിലത്തെ ഉറക്കം എഴുന്നേക്കാൻ? 6:30. എന്നിട്ട് 8 മണിയാകുമ്പോ ജോലി കഴിഞ്ഞു. എന്നിട്ട് വീണ്ടും കിടക്കും. കള്ളം പറയല്ലേ? അതല്ല, ഇതിന്റെ ഇടയിൽ ഉറക്കം എന്തായാലും ഒരു 1 മണി വരെ മിനിമം കാണും അല്ലേ? അത് മനസ്സിലായി. ഓക്കെ, ജിബിനൊക്കെ കിട്ടിയത് യു ആണ് കേട്ടോ. സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, സ്റ്റാർട്ട് നൗ. യു. ഉസ്താദ് ഹോട്ടൽ. എൽ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. കേട്ടില്ല? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. എൽ. ലവ് ഇൻ സിംഗപ്പൂർ. ലവ് ഇൻ സിംഗപ്പൂർ. ആർ. രാജമാണിക്യം. രാജമാണിക്യം. എം. മനസ്സിനക്കരെ. മനസ്സിനക്കരെ. വൈ. വൈ. വൈ 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 മനസ്സിനക്കരെ. വൈ വൈ ഈ ഏത് വേണം പറഞ്ഞോ, കുഴപ്പമില്ല. ഈ ആയാലും കുഴപ്പമില്ല. ഈയാണോ വയ്യോ എന്ത് വേണം പറഞ്ഞോ. ഈയോ വയ്യോ എന്ത് വേണം പറഞ്ഞോ, കുഴപ്പമില്ല. ഇവിടം സ്വർഗമാണ്. യു. ഇവിടം സ്വർഗമാണ്. അയ്യല്ലേ? അയ്യാണ്. അതെ. ഇന്നലെ പറഞ്ഞു. ഇന്നലെ മിഞ്ഞാന്നേ പറഞ്ഞു. ഈ പുഴയും കടന്ന് പോയി. അതൊക്കെ നേരത്തെ പോയി. ഇമ്മിണി നല്ലൊരാൾ. എല്ലാണ്. 6 പറഞ്ഞു. അത്രയും സമയം കിട്ടിയിട്ടുള്ളൂ, അതുകൊണ്ടാണ്. ജിബിന, വിളിച്ചാൽ സന്തോഷം. വീണ്ടും വിളിക്കുക. ഇടക്കിടക്കൊക്കെ ഒന്ന് വിളിച്ചിട്ട് ഹാജരൊക്കെ പറയാം കേട്ടോ. നമ്മളൊരു വലിയ ക്ലാസ് റൂം ഇവിടെ NTVയിൽ മൈ ടീച്ചർ എന്ന് പറഞ്ഞൊരു ഷോ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ വലിയൊരു ക്ലാസ് റൂം തുറന്നിരിക്കുകയാണ് NTVയിൽ. എന്താണ് നമ്മുടെ കുത്തിരിക്കോമ ക്ലാസ് റൂം. കുത്തിരിക്കോമ ക്ലാസ് റൂമിൽ ഇന്നലെ ഇമ്പോസിഷൻ എഴുതിയവരൊക്കെ എഴുതി കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ലാത്തവർക്കൊക്കെ അടിയുണ്ട് കേട്ടോ. എന്താ ഇത്? അടുത്ത കോളർ റെഡിയാണ്. ഹലോ, നമസ്കാരം. ഹലോ നമസ്കാരം. പേരുണ്ടോ? ഓ, ഏതാ പേരുണ്ടെന്നോ? ടിൻഡു. അത് ശരി. ടിൻഡു എന്ത് ചെയ്യാ? ടിൻഡു മോളാണോ? ടിൻഡു ആണോ ബിന്ദു ആണോ? എന്താണ് പേര്? ടിൻഡു മോള് തന്നെയാണോ? അപ്പൊ നമ്മുടെ ഈ ഫ്രണ്ട്സ് ഒക്കെ കളിയാക്കോ ഇങ്ങനെ ടിൻഡു മോളെ എന്നൊക്കെ വിളിച്ചിട്ട്? ശരിക്കും കളിയാക്കോ? ഷോ, ടിൻഡുമോന്റെ ഓരോ കോമഡി കേട്ടിട്ട് നമ്മളിങ്ങനെ ചിരിക്കാറുണ്ട്. അപ്പൊ ടിൻഡുമോന്റെ എന്തെങ്കിലും കോമഡി ഉണ്ടോ കയ്യില്? ഉണ്ടോ? ഇഷ്ടംപോലെ ഉണ്ട്. ഓക്കെ, ഹസ്ബൻഡിന്റെ ഭാഗ്യം. ഇഷ്ടംപോലെ കോമഡി ഒക്കെ കേട്ടങ്ങനെ ഇരിക്കാലോ. ഓക്കെ, ടിൻഡുമോക്ക് കിട്ടിയിരിക്കുന്നത് എല്ലാണ്. നല്ല രസം പേര്. ഏതാ? ലേലം പോയല്ലോ. ലേലം നേരത്തെ വിളിച്ചില്ലേ? സേലോ? ലേലം. ഓക്കെ, ലേലം. എം. ലേലം പറഞ്ഞാണെന്നാണ് എന്റെ വിശ്വാസം. ലേലം കോട്ടെ, കുഴപ്പമില്ല. എം. മാമ്പഴക്കാലം. എം. മനസ്സിനക്കരെ പോയി. അതൊക്കെ നേരത്തെ അക്കരെ പോയി. ഏതാ? സ്പീക്കിംഗ് കഴിഞ്ഞു. അതൊക്കെ വിളിച്ചു. ഓളൊക്കെ നേരത്തെ കോൾ ചെയ്തു.
മായപ്പൊന്മാൻ. മായപ്പൊന്മാൻ എൻ നക്ഷത്രത്താരാട്ട്. ഏതാ? നക്ഷത്രത്താരാട്ട്. നക്ഷത്ര താരാട്ടു യു. ഉസ്താദ്. ഉസ്താദ് ഡി. ഉസ്താദ്. ഡി യു യു. ഉസ്താദു ഉസ്താദ് ഉസ്താദ് ഡി ആണ്. ഡി 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 പറയടി പോലെ. ഏതാ? ഡൽഹി. കേട്ടില്ല. ഡൽഹി. ഡൽഹി ഐ. ആ ഡൽഹി ഐ. ഐ. ആ ഡൽഹി എന്ന് പറഞ്ഞിട്ട് സിനിമ ഉണ്ടോ? ന്യൂഡൽഹി അല്ലേ? ആ ഉണ്ടാവും, ഡൽഹി ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ പറ. ഐ. പക്ഷെ ഡൽഹി സിനിമ ഇല്ല കേട്ടോ, ന്യൂഡൽഹി ആണ് സിനിമ. ടിൻറ്റുമോളെ ടിൻറ്റുമോളെ ഈ ഡീല് നമ്മളങ്ങ് നിർത്താം. കാരണം എന്താ അറിയോ? ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയാണ്, ഡൽഹി ഇല്ല. ഇതാണ് അപ്പൊ ടിൻറ്റുമോളുടെ പരിപാടി. ടിൻറ്റുമോളിന്റെ പരിപാടിയൊക്കെ കയ്യിലുണ്ടല്ലേ? ആവശ്യത്തിന് പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ടുള്ള പരിപാടിയൊക്കെ ഉണ്ട്. എന്തായാലും ടിൻറ്റുമോൾ ആദ്യമായിട്ട് വിളിക്കല്ലേ? അല്ല, ടിൻറ്റുമോൾ ആദ്യമായിട്ട് വിളിക്കാണോ? ഏതാ? ആദ്യമായിട്ട് വിളിക്കാണ്. ശരി. എന്തായാലും ടിൻറ്റുമോള് എന്നുള്ള പേര് എനിക്ക് സംശയമുണ്ട്. ടിൻറ്റു എന്നൊക്കെ പേര് ചിലപ്പോൾ നേരത്തെ പണ്ടൊക്കെ അങ്ങനെ ടിൻറ്റു എന്നൊക്കെ പേരുണ്ടാവുമോ? ചാൻസ് കുറവാണ്. ഇപ്പോഴൊക്കെ ഉണ്ട്. ചിലപ്പോൾ ബിന്ദു ആയിരിക്കും, പിന്നെ ടിൻറ്റു എന്ന് ഇട്ടതാണോ എന്ന് പറയാൻ പറ്റില്ല. എന്തായാലും കുഴപ്പമില്ല. പക്ഷെ ഞാനൊരു കാര്യം പറയാം, നമ്മളെ കയ്യിൽ ഒരു സാധനമുണ്ട്, ബോൺവേസ് ട്രാവൽ ബാഗ്. ഇത് ആർക്കായിരുന്നു കൊടുക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. ആർക്കായാലും ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ അതുപോലെ തന്നെ താജ് പാലസ് റെസ്റ്റോറൻറ്റ് അൽ നാദ നൽകുന്ന ഒരു സമ്മാനം കൂടിയുണ്ട്. 2ാം സമ്മാനക്കാരനെ കാത്തിരിക്കുന്നു. ഇതുവരെ ഉള്ളതിൽ 8 പറഞ്ഞ ആളുകളാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. എന്നെ കൊണ്ട് നിറക്കെടുപ്പിക്കരുത്. 9 പറഞ്ഞിട്ട് ആരെങ്കിലും മുന്നിലെത്തണം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. പേരുണ്ടോ? നസീഫ്. എന്താണ്? നസീഫ്. നസീബ്. നസീബ്. ആ, നസീബിന്റെ നസീബ് നല്ലതാണോ? എന്റെ പേര് നസീഫ്, നസീബ് അല്ല. നസീഫാണ്. നസീഫ് എന്തിയാ? ഞാൻ പഠിക്കാണോ? എത്രാം ക്ലാസ്സിലാ? ഞാൻ ഇപ്പൊ +2. ഇനിയിപ്പോ അടുത്ത എന്താ പരിപാടി? +3? അതല്ല, അടുത്തത് എഞ്ചിനീയറിംഗ്. എന്തെടുക്കാനാ പരിപാടി? മെക്കാനിക്കൽ പോകുന്നുണ്ട്. മെക്കാനിക്കൽ ഏതാ? ഏത് മെക്കാനിക്കലാ? മെക്കാനിക്കൽ 2 ടൈപ്പ് ഉണ്ട്. ഓട്ടോ മെക്കാനിക്കൽ, ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ വരും. ഓട്ടോ മെക്കാനിക്കൽ ആണോ പോകാൻ പോണേ? ഓക്കെ, ഗുഡ്. എന്തായാലും ഞാൻ ഇപ്പൊ തന്നെ എല്ലാരും പോയി പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമുക്ക് ഇപ്പൊ തൽക്കാലം നമുക്ക് ഡീല് തുടങ്ങുന്ന ഒരു സിനിമ പേര് പറഞ്ഞങ്ങ് തുടങ്ങിയാലോ? ഓ, ഡി. ഡാഡി കൂൾ. യെസ്, 1. ഡാഡി കൂൾ. എൽ. ലണ്ടൻ ബ്രിഡ്ജ്. ഇ. ഇയാളും ഞാനും തമ്മിൽ. എൽ. ലൗഡ് സ്പീക്കർ. അയാളും ഞാനും തമ്മില, ഇയാളും ഞാനും തമ്മിലല്ല മോനെ. ഈ ആണ്. ഇയാളും ഞാനും തമ്മിലല്ല കേട്ടോ സിനിമ. അയാളും ഞാനും തമ്മില. ഈ പട്ടണത്തിൽ ഭൂതം. എം. മാന്നാർ മത്തായി സ്പീക്ക് ചെയ്തു നേരത്തെ. വേറെ വേണം, അതാണ്. മൈലാഞ്ചി മൊഞ്ചുള്ള വീടു. യു മീൻസ് നസീബ്. ഇപ്പൊ പിള്ളേരൊക്കെ യോയോ പിള്ളേരാന്ന് പറയുന്നില്ല, അതാണ് ഇത്. ഉമ്മ ഇല്ല, ഞാൻ തരില്ല. ഏതാ? ഉമ്മ. ഞാൻ വിചാരിച്ചു ഉമ്മ ചോദിച്ചാണെന്ന്. ഓക്കെ, എന്തായാലും 5 ആയിട്ടുണ്ട്. ഉമ്മ ആ ഏല് വന്ന് നിന്നിട്ടുണ്ട്. അപ്പോ 5 മാത്രമേ പറയാൻ പറ്റുള്ളൂ. നസീഫിന്റെ ടൈം ഓവർ ആയതുകൊണ്ടാണ്. കുഴപ്പമില്ല. എന്തായാലും നന്നായിട്ട് പഠിക്കുക, മുന്നോട്ട് പോവുക. കുത്തിരിക്കോമ ദിവസം കാണുക, കുത്തിരിക്കോമയിലേക്ക് ഇടക്കിടക്ക് വിളിക്കുക. ബൈ, ഗുഡ് നൈറ്റ്. ഹലോ, നമസ്കാരം എന്ന് പറയുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം പറയാൻ ഇങ്ങനെ വിചാരിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിൽ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ എങ്ങനെയാണ്? സനീഷ് എവിടെയാണ് താമസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോളയിലാണ്, അല്ല ഇന്ന ബിൽഡിങ്ങിലാണ്, ഇന്ന സ്ഥലത്താണെന്ന് പറയും. നമ്മൾ നാട്ടിലാണ് എന്താണ് അവസ്ഥ? സനീഷ് എവിടെയാ? മറ്റേ ഇന്ന തറവാട്ടിൽ, അല്ല ഇന്ന വീട്ടിൽ എന്ന് പറയില്ല. എല്ലാവർക്കും വീട്ടുപേരുണ്ടാവും.
നമ്മളെ നാട്ടിൽ ഒരുപാട് വീട്ടുപേരുണ്ട്. ചന്ദ്രോത്ത്, പുളിക്കണ്ടി, കനാരത്ത്, കേൾക്കാൻ തന്നെ ഒരു രസമല്ലേ. കനാരത്ത്, പടന്നക്കര, ഇങ്ങനെയൊക്കെ എൻ്റെ നാട്ടിലുള്ള പേരുകളാണ് കേട്ടോ ഞാൻ ഈ പറയുന്നതൊക്കെ. കാമാച്ചി, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. കനാരത്തുണ്ട്, പിന്നെ പണ്ടാരപ്പുരയിൽ, മാണിക്കോത്ത്, അങ്ങനെ ഒരുപാട് പേരുകളുണ്ട്. മാറ്റാങ്കിൽ മാണിക്കോത്ത് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ പറമ്പൻ വീട്, അങ്ങനെ ഒരുപാട് വെറൈറ്റി പേരുകളൊക്കെ നമ്മളെ നാട്ടിലുണ്ട്. ഞാൻ ഇങ്ങനെ ചിന്തിക്കായിരുന്നു, നമ്മളെ വീട്ടിൽ ഇവിടുത്തെ ഫ്ലാറ്റിനും കൂടി അങ്ങനെ പേരിട്ട എന്താ പ്രശ്നം അല്ലേ? രസമല്ലേ? ഹലോ, നമസ്കാരം. 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 എന്താ പേര്? ഹരിത. ഹരിത. ഹരിത ഹരിത ചേച്ചി, നിങ്ങള് നാട്ടിലെവിടെയാണ്? നാട്ടില് തിരുവനന്തപുരം. തിരുവനന്തപുരം. നിങ്ങൾ ഒന്ന് കണ്ണൂർ സ്റ്റൈലിൽ ഒന്ന് സംസാരിക്കാൻ ശ്രമിക്കാവോ? അറിയത്തില്ലല്ലോ. ഒന്ന് ശ്രമിച്ചു നോക്കുന്നേ, നമുക്കൊരു മാറ്റം അനിവാര്യമല്ലേ? മാറ്റം അനിവാര്യമാണ്, പക്ഷെ എനിക്ക് അറിയത്തില്ല. ആണോ? ഈ ലാസ്റ്റ് വരുന്ന ഒരു ലാ വരുന്നുണ്ടല്ലോ, ആ സാധനം അങ്ങോട്ട് കട്ട് ചെയ്താൽ മതി, സംഭവം ഓക്കെയാ? ഓക്കെ ആവും അല്ലേ? അല്ലെങ്കിൽ തിരുവനന്തപുരം പക്ക സ്റ്റൈലിൽ അങ്ങ് സംസാരിക്കുക, അത് ശരിയാവോ? തിരുവനന്തപുരം. വാ, തിരുവനന്തപുരം സ്റ്റൈലിൽ പറയുന്നേ. അതെനിക്ക് കുറച്ചേ അറിയുന്ന പോലെ പറഞ്ഞോളീ, കുഴപ്പമില്ല, നമുക്ക് മനസ്സിലാക്കി അങ്ങോട്ട് പറയാലോ. അപ്പൊ പിന്നെ നമുക്ക് ഏലങ്ങ് തുടങ്ങിയാല? ഏല് തുടങ്ങാം. സ്റ്റാർട്ട് ചെയ്യട്ടാ? ആന്ന് പറയല്ലേ, വാന്ന് പറ. ഓക്കെ, ഗെയിം സ്റ്റാർട്ട് നൗ. എ. ആഗതൻ. ആഗതൻ. എൻ. നായകൻ. നായകൻ. എൻ. എന്താണിത്? നോട്ട്ബുക്ക്. നോട്ട്ബുക്ക്. കെ. കെ. നോട്ട്ബുക്ക്. കാക്കോത്തിക്കാവിലെ അപ്പൻ താടി. താടി. ഐ. ഇൻ ഗോസ്റ്റ് ഹൗസ്. താടികൾ എന്നാണ്. കാക്കോത്തിക്കാവിലെ അപ്പൂപ്പൻ താടികൾ എന്നല്ലേ? എല്ലാണ്. എൽ. ലവ് ഇൻ സിംഗപ്പൂർ. കഴിഞ്ഞു. അതൊക്കെ സിംഗപ്പൂർ ആൾക്കാർ പോയി കഴിഞ്ഞു, നേരത്തെ പോയി. ലണ്ടൻ ബ്രിഡ്ജ്. ലണ്ടൻ ബ്രിഡ്ജ് കഴിഞ്ഞ് അവരങ്ങോട്ട് പോയി. അവരെ പിന്നെ അവിടുന്ന് പിന്നെ അങ്ങോട്ടോ പോയി. ലേലം. ലേലം വിളിച്ച്, നേരത്തെ വിളിച്ച്. ലേലം വിളിച്ച് എല്ലാം വിളിച്ചു കഴിഞ്ഞാ? ലേലൊക്കെ നേരത്തെ വിളിച്ച്. ഒരുപാട് സാധനം വിളിച്ച. പറ്റത്ത് പറ. ലിസ. ലിസ നേരത്തെ വന്നു പോയി. എല്ലാം പോയാ? എല്ലാം കഴിഞ്ഞെന്ന്. ഹരിത ചേച്ചി, അല്ല, പണി ഇവിടെ ആയി. സംഭവം സമയം കഴിഞ്ഞു പോയി. ഇനിയിപ്പോ നമ്മളെല്ലാം അടുത്താക്കി കൊടുക്കാം. അടുത്താക്കി കൊടുക്കാം. എന്തായാലും വിളിച്ചതിൽ സന്തോഷം. വീണ്ടും ഇടക്കിടക്കൊക്കെ വിളിക്കാം. നമ്മളിങ്ങനെ ഇടക്കിടക്ക് ഇങ്ങനെ കാണുന്നുണ്ട്. എപ്പോഴെങ്കിലും അലയിൽ വരുമ്പോ നമുക്ക് നേരിട്ടൊക്കെ ഒന്ന് കാണാം. ഫാമിലി ആയിട്ട് നമുക്ക് മീറ്റ് ചെയ്യാം. ഓക്കെ, ടാറ്റാ, ബൈ. ഈ വിളിക്കുന്ന ആൾക്കാരൊക്കെ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, ഷാർജയിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമുക്ക് NTVന്റെ ടീമൊക്കെ ആയിട്ട് നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് മീറ്റൊക്കെ ചെയ്യാം കേട്ടോ. അങ്ങനെയൊക്കെ വരുന്നുണ്ട്. എന്തായാലും നിങ്ങൾ കാത്തിരുന്നാൽ മാത്രം മതി. NTVയുടെ ഫുൾ ടീമൊക്കെ വന്നിട്ട് നമ്മളെല്ലാവരും ഇങ്ങനെ ഒത്തുകൂടുന്നൊരു സമയം അതിവിദൂരമല്ല. ഓക്കെ, ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. നമസ്കാരം. പേരുണ്ടോ? പേര് ഷാനി. ഷാനി. ഷാനി നാട്ടിലെവിടെയാ? നാട്ടിലെ ട്രിവാൻഡ്രം. എന്ത് ചെയ്യാ? ഞാൻ വീട്ടമ്മയാണ്. വീട്ടമ്മയാണ്. ജോലിക്കൊന്നും ഇതുവരെ ശ്രമിച്ചിട്ടില്ല? ഇല്ല. ജോലിക്ക് ഇപ്പൊ തൽക്കാലം ശ്രമിക്കണ്ട, കുറച്ച് സ്ലോ ആണെന്ന് തോന്നുന്നു. അതെ, അല്ല, സ്ലോ ഒക്കെ ആയിക്കഴിഞ്ഞാൽ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ശരിയാവത്തില്ല. കുറച്ച് ഫാസ്റ്റ് ആയിരിക്കണം. തയ്യൽ അറിയോ? തയ്യൽ സ്റ്റിച്ചിങ്, പെയിന്റിങ്, അത്യാവശ്യം പരിപാടികളെല്ലാം അറിയാം. അതെല്ലാം അറിയാം. അത് ശരി. എന്നാ അതിന്റെ വല്ല ട്രെയിനിങ് ഒക്കെ കൊടുത്തൂടെ ഇവിടെ? അതൊന്നും എനിക്ക് ഭയങ്കര മടിയാണ്. മടിയുള്ള ആളാണ്. അത് ശരി. അപ്പൊ പിന്നെ ഒരു കാര്യം ചെയ്യ്, എല്ലാം തുടങ്ങുന്ന ഒരു സിനിമയുടെ പേര് പറഞ്ഞ് തുടങ്ങിക്കോ. ലങ്കാദഹനം. എം. മാമാങ്കം. എം. ഹസ്ബൻഡ് ഉണ്ടെന്ന് തോന്നുന്നു. മുത്തോട് മുത്ത്. മുത്തോട് മുത്തു. യു. ഊഞ്ഞാൽ. എൽ. ലോറി. ഐ. ഇന്നത്തെ ചിന്താവിഷയം. എം. മിഥുനം. എം. മീനമാസത്തിലെ സൂര്യൻ. എൻ. നീലത്താമര. എ. ABCD. ഡി. ഡോൺ. എൻ. നാറാണത്ത് തമ്പുരാനോ? നാറാണത്ത് ഭ്രാന്തനല്ലേ? അല്ല, നാറാണത്ത് തമ്പുരാൻ. എൻ.
നാളെ നമ്മളുടെ വിവാഹം. നാളെയാണ് നിങ്ങളുടെ വിവാഹം. ഓക്കെ, നാളെ നമ്മുടെ വിവാഹം. ഓക്കെ, അത് മതി. വിവാഹം എമ്മിൽ നിൽക്കട്ടെ. സമയം കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് അടിച്ചു പോനെ. 13 പറഞ്ഞു. 13 പറഞ്ഞോളൂ. അത് ശരി, ദാനം കിട്ടിയ പശുവിന്റെ അല്ല, സ്പീഡ് കുറവെന്ന് പറഞ്ഞ ഞാൻ തിരിച്ചെടുത്തു. അപ്പോഴേ ഭയങ്കര സ്പീഡ്, പെട്ടെന്ന് ജോലിക്ക് വല്ലതും അപ്ലൈ ചെയ്തോ കേട്ടോ. മുന്നത്തെ ഇതേ മത്സരത്തിനും എനിക്കാണ് സമ്മാനം കിട്ടിയത്. ഓക്കെ, എന്തായാലും വിളിച്ച സന്തോഷം. ഷാനി ചേച്ചി സിനിമ കൊണ്ട് ജീവിക്കുന്ന ഒരാളാണ്, മനസ്സിലായില്ലേ? സിനിമ പേരുകൾ ഭയങ്കര ഇഷ്ടമായിരിക്കും. സിനിമ പേരുകൾ ഇങ്ങനെ കണ്ടുവെക്കുന്നത് നല്ലതാണ്. താങ്ക് യു, വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു, ബൈ. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. ഹലോ, നമസ്കാരം. പേര് പറയൂ. വൈഭവ്. കുമാരദാസാണോ? വൈഭവ്. എന്താണ്? വൈഭവ്. ഓക്കെ, രമേശാ. ഞാൻ രമേശ് എന്ന് വിളിക്കാം, എനിക്ക് പേര് കിട്ടുന്നില്ല. ഹലോ. ആ, ഓക്കെ. അക്ഷരം എം ആണ്. സ്റ്റാർട്ട് ചെയ്തോ. മിസ്റ്റർ ഫ്രോഡ്. ഡി. ദൃശ്യം. എം. മണിച്ചിത്രത്താഴ് പറഞ്ഞു. അതൊക്കെ പൂട്ടി താക്കോൽ എടുത്തിട്ട് ആൾക്കാർ പോകും. ഏതാ? മണിരത്നം. എം. മൈ ഡിയർ മമ്മി. ഐ. മമ്മി. ഇതാ ഇവിടെ വരെ. വൈ. ഓക്കെ, യൂട്യൂബ്. എസ്. സലാല മൊബൈൽ. എൽ. ഫാസ്റ്റ് ആക്ക്. എൽ. സലാല മൊബൈൽ. എൽ ഇ ആണ്. എന്നും എപ്പോഴും അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. എന്തായാലും ശരി. ഓക്കെ, വിളിച്ചത് സന്തോഷം. പേര് ഞാൻ ഓർക്കുന്നില്ല, പേര് എനിക്ക് പറഞ്ഞിട്ട് കിട്ടിയില്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലത്തേക്ക് രമേശാന്ന് വിളിച്ചിരുന്നു. സംഭവം 8 എണ്ണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും വിളിച്ചതിൽ സന്തോഷം. താങ്ക് യു, ബൈ. അപ്പൊ നമുക്കൊരു ചെറിയ ബ്രേക്ക് പോവാം. കാരണം എന്താ അറിയോ, സെക്കൻഡ് പ്രൈസ് വന്നിരിക്കുന്നത് കുറേ ആൾക്കാരുണ്ട്. അപ്പൊ അതിൽ നിന്നും തിരഞ്ഞെടുക്കണ്ടേ ഒരാളെ. അതിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ ചെറിയൊരു ഷോർട്ട് ബ്രേക്ക് പോയിട്ട് പെട്ടെന്ന് വരാം. ബോൺവേസ് ട്രാവൽ ബാഗ് കുത്തിരിക്കോമയുടെ ചിന്ന ബ്രേക്ക്.